സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപേഴ്സ്. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ പരീക്ഷയ്ക്കുള്ള 15ാമത്തെ ചാപ്റ്റർ സോഷ്യൽ മൂവ്മെൻറ്റ്, സാമൂഹിക പ്രസ്ഥാനങ്ങൾ. അല്ലാത്ത ചാപ്റ്റേഴ്സ് മിക്കവാറും അതിൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിനകത്ത് ഉണ്ട്, നോക്കുക കേട്ടോ. സമയം കിട്ടിയാൽ ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പം ലാസ്റ്റത്തെ ചാപ്റ്റർ നമുക്കൊന്ന് നോക്കാം. ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ. ഒന്നാമത്തത് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകളാണ്. ഫ്യൂച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്. പ്രധാനമായിട്ടുള്ള ആ സവിശേഷതകളൊന്ന് ഓർത്ത് വെക്കുക, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കുക. പോയിൻ്റ് എന്തായാലും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. സുസ്ഥിരവും കൂട്ടായതുമായ പ്രവർത്തനമാണ് ഒരു സവിശേഷത എന്ന് പറയുന്നത്. മറ്റൊന്ന് സംഘാടനം, നേതൃത്വം, ഘടന, പൊതുവായ ലക്ഷ്യങ്ങളും പ്രത്യയശാസ്ത്രവും, മാറ്റങ്ങളോടുള്ള പൊതു സമീപനം. ഇതാണ് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് പറയുന്നത്. ഓക്കെ, മാർക്കിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാം. വലിയ മാർക്കിന് ചോദിച്ചാൽ ഓരോ പോയിൻറ്റും എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതേണ്ടതാണ്. ദെൻ മറ്റൊന്ന് തിയറീസ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്, സാമൂഹിക പ്രസ്ഥാനങ്ങളെ പറ്റിയുള്ള സിദ്ധാന്തങ്ങളാണ്. പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ആപേക്ഷിക തിരസ്കരണ സിദ്ധാന്തമാണ്. മറ്റൊന്ന് മാൻഗർ ഓൾസൻ്റെ സിദ്ധാന്തമാണ്. വിഭവ സജ്ജീകരണ സിദ്ധാന്തം. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ്. അതിലുള്ള സോഷ്യോളജിസ്റ്റിൻ്റെ പേരുകളും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കുക. ദെൻ ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആണ്. പലതരം സാമൂഹിക പ്രസ്ഥാനങ്ങളാണ്. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് വിമോചനാത്മക പ്രസ്ഥാനം അഥവാ പരിവർത്തനാത്മക പ്രസ്ഥാനം. 2 പരിഷ്കരണാത്മകമാണ്. 3 വിപ്ലവാത്മകരം. അതായത് ട്രാൻസ്ഫോർമേറ്ററി, റിഫോർമേറ്ററി ആൻഡ് റവല്യൂഷണറി. ഈ 3 എണ്ണം ഓർത്ത് വെക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വയ്ക്കുക. ഓക്കെ, മറ്റൊരു ചോദ്യം പഴയ സാമൂഹിക പ്രസ്ഥാനങ്ങളും പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങളുമാണ്. പഴയ സാമൂഹിക പ്രസ്ഥാനം വർഗ അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങളായിരിക്കും, കോളനി വിരുദ്ധ പ്രസ്ഥാനങ്ങളായിരിക്കും, തൊഴിലാളി പ്രസ്ഥാനം, കർഷക പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനം. ഇതൊക്കെ പഴയ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. പുതിയ സാമൂഹിക പ്രസ്ഥാനം എന്ന് പറയുന്നത് യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾ, പൗരാവകാശ പ്രസ്ഥാനങ്ങളൊക്കെയാണ്. അതിന് ഉദാഹരണമായിട്ട് വനിതാ പ്രസ്ഥാനം, പരിസ്ഥിതി പ്രസ്ഥാനങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതും എന്താണെന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. മെയിൻ പോയിൻറ്റ്സാണ് ഞാനിവിടെ പറയുന്നത്. മറ്റൊന്ന് ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ, സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ കേട്ടോ. അതിൽ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളുണ്ട്, ഇക്കോളജിക്കൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ചിപ്കോ മൂവ്മെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിപ്കോ മൂവ്മെൻറ്റ് എന്താണെന്ന് ഓർത്തു വെക്കുക. ചിപ്കോ പ്രസ്ഥാനം അതൊരു പാരിസ്ഥിതിക പ്രസ്ഥാനമാണെന്ന് നമുക്കറിയാം. ഹിമാലയൻ താഴ്വരകളിലെ കുന്നുകളിലാണ് ഇത് രൂപം കൊണ്ടത്. രാമചന്ദ്ര ഗുഹയുടെ അശാന്ത വനങ്ങൾ എന്ന പുസ്തകത്തിൽ ചിപ്കോ പ്രസ്ഥാനത്തെ വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിപ്കോ പ്രസ്ഥാനം എന്താണ് എന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അതുപോലെ കർഷക പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കുക. പ്രധാനപ്പെട്ട പെസൻറ്റ് മൂവ്മെൻറ്റ്സുകൾ, നക്സൽബാരി പ്രസ്ഥാനം, ഇതൊക്കെ നോക്കി വെക്കുക. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ചിപ്കോ മൂവ്മെൻറ്റ് ഷുവറായിട്ടും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിന് കഴിയുന്നതും ഇത്ര ചോദ്യങ്ങളും ഉത്തരങ്ങളുമെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. 15ാമത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റ് സോഷ്യോളജിയുടെ വീഡിയോസ് നമ്മുടെ ചാനലിനകത്തുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി, സൈക്കോളജി എല്ലാത്തിൻ്റെ വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.